ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ, അതായത് ഒരു 3 മാസം മുന്നേ നമ്മൾ വീട്ടുമുറ്റത്ത് ഒരു താമര പൊയ്ക ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണതായിരിക്കുമെന്ന്. അപ്പോൾ അതിനുള്ള സമയമായിട്ടുണ്ട്. അതായത് നമ്മുടെ താമര പൊയ്കയിൽ താമര വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മളത് അവിടെ നിന്ന് മേടിക്കുന്ന സമയത്ത് അവിടെ ഉള്ള ആളും അതിൻ്റെ ബ്രീഡ് എന്തുവാണെന്നുള്ളത് അവർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വിരിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് എങ്ങനെ ആയിരിക്കും, എന്തുമായിരിക്കും സംഭവിക്കണമെന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ താമര പൊയ്കയിലെ പൂ കണ്ടതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമെന്ന്. വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. താല്പര്യമുള്ളവർ കയറി കാണാം. ഒപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ താമരയുടെ മൊട്ട്. ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇവളുടെ പൂ വൈറ്റ് കളർ പൂവാണ്. ഇതിൻ്റെ ബോർഡർ വരുന്നത് ഒരു പിങ്കിഷ് ബോർഡറാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇത് വൈറ്റ് കളർ പൂവായിരിക്കുമെന്നായിരുന്നു. പക്ഷേ ഇതിൻ്റെ മൊട്ടിൽ തന്നെ അതിൻ്റെ അറ്റത്തായിട്ട് പിങ്കിഷ് കളറുണ്ട്. വിരിഞ്ഞ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണത്. അപ്പോൾ നമുക്ക് ഗൈസ് ഈ ബ്രീഡ് ഏതാണെന്ന് അറിയില്ല. ഈ ബ്രീഡ് ഏതാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും ഈ താമര നട്ട് പൊടിപ്പിച്ച് പൂവൊക്കെ ആയതിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. രാവിലെ ഉറക്കമൊണിട്ടിട്ട് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് വെച്ചതിൽ നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായി. അപ്പോൾ ഗൈസ് ഇത്രയാണ് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും